അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നടക്കുന്നത്. അല്ലേക്കെട്ട് അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിവാൾ ചുറ്റികൾക്കല്ലാതെ ഓട്ടിക്കും. അത് സഹിക്കൂല. ശ്രീ കരീം അവർകളെ ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക ഇത്? എങ്ങനെ പറയാതിരിക്കും സുഹൃത്തെ? ഇത് കാര്യത്തിന്റെ ഗൗരവതാണ്. ആദ്യം പറഞ്ഞപ്പോ മനുഷ്യന്ന് പറഞ്ഞു, രണ്ടാമത് മുസ്ലിയാക്കന്മാരോടൊക്കെ പറഞ്ഞു അടുത്തു പോകരുത്, മാർക്സിസ്റ്റ് തന്നെ പെൻഷനാന്ന് പറഞ്ഞു. ഇപ്പോ എന്നൊക്കെ വിളിക്കുന്നത് സഖാവ് മുള്ളൂർക്ക മുഹമ്മദ് അലി സഖാവ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കുന്നത്. പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണമെന്നായാ പറഞ്ഞു. അങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. നിങ്ങൾക്കൊരു നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാൻ, മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്. നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, അങ്ങനെ പലതും. പോട്ടെ, നമ്മുടെ ഹജ്ജ് ഹൗസ് എന്ന് നോക്കിയാൽ 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുല്യതയില്ലാത്തൊരു ഹജ്ജ് ഹൗസ് ശ്രീ പാലോളിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വന്നപ്പോ മുസ്ലിം ലീഗിന്റെ ഈ അഹമ്മദ് എന്തേ ചെയ്ത് 10,000 സീറ്റ് മറിച്ചു കിട്ടി പോക്കറ്റിൽ കാശുണ്ടായി. പക്ഷേ സത്യത്തിന് പേടിച്ചു പോയി. അമ്മാനിയും ബുക്കും ഈ കൂട്ടരി ഹറമിന്റെ അടുത്തേക്ക് പോണ ഈ ഏർപ്പാട് ഹജ്ജ് കച്ചവടം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് കരളുറപ്പുള്ള ഒരു ധൈര്യം വരുമോ? മുസ്ലിമിന് ധൈര്യം വരുമോ? എല്ലാ പാവങ്ങളും പൊറുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോണ്. അവിടെ ചെന്നപ്പോൾ അവിടെയും കച്ചവടം. ഇതിന്റെ എല്ലാം കൂടി ഗുരുത്തക്കടാണ് ഇപ്പൊ UDF അനുഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ജയിലറകൾ UDFനെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇനിയും കുറെ VIP ജയിലുകൾ വേണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ മോചനയാത്ര തെളിയിച്ചത്. അല്ലേ സത്യം? ആരെന്ന് മോചിപ്പിക്കാനായിരുന്നു ഉമ്മൻചാണ്ടി യാത്ര നടത്തിയതെന്ന് ഇപ്പൊ കേരളീയ ജനങ്ങൾ വ്യക്തമായി. ബാലകൃഷ്ണ പിള്ള പറയുന്നു, എന്റെ അവസാനത്തെ വസിയത്ത് ഈ ജയിലിൽ കിടന്നൊന്ന് മരിച്ചാൽ മതിയതാണ്. ആലിമുസ്ലിയാരുടെ ജയിൽ മരണമല്ല ബാലകൃഷ്ണ പിള്ളയെ കാത്തിരിക്കുന്നത്. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് എന്നെ ഈ രാത്രി ഇവിടെ കിടന്ന് മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്ത് ഷഹീദിന്റെ കൂലി വാങ്ങിച്ചു വാങ്ങിയ ആലിമുസ്ലിയാരുടെ മരണമല്ല ഇവിടെ ബാലകൃഷ്ണ പിള്ളയെ കാത്തിരിക്കുന്നത്. സമുദായം രണ്ടായിട്ടേ കാണുള്ളൂ, സമൂഹം രണ്ടായിട്ടേ കാണുള്ളൂ. അത് മനസ്സിലാക്കണം. അവിടെ ഞാൻ ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട KT ജലീലത്തോട് വിശദമായി സംസാരിക്കും. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഈ 5 കൊല്ലം അച്യുതാനന്ദൻ സർക്കാർ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ പിന്നാക്ക വിഭാഗത്തിലൊക്കെ എല്ലാ ക്ഷേമ പ്രവർത്തനത്തിനും നൽകി. നേരത്തെ അവിടെ പറഞ്ഞു, പൂജാരിമാർക്ക് പെൻഷൻ അനുവദിച്ചു, മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി, പ്രവാസികൾക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി, മുസ്ലിയാക്കന്മാർക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി. ഇങ്ങനെ ഒന്ന് വായിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു നിർത്താൻ പോകാട്ടോ. എനിക്ക് 8 മണിക്കൂർ വാരത്തിന് പോകാൻ, എനിക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും പരിചയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചു നിർത്താൻ പോകാം. കഴിഞ്ഞ 5 കൊല്ലം UDF സർക്കാർ ഇവിടെ ഭരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി? ഉത്തരം, റജീനയും ഒരു കുഞ്ഞും. അടുത്ത വാക്കോടുകൂടെ ഞാൻ നിർത്തുന്നു. ഈ സർക്കാരിന്റെ തുടർച്ച അടുത്ത 5 വർഷം കൂടി തുടരാൻ നിങ്ങൾ ഇടതുപക്ഷത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.